കോട്ടയം വെള്ളൂരിലെ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡിൽ വീണ്ടും തീപിടുത്തം. ബോയിലറിലേക്ക് കൽക്കരി എത്തിക്കുന്ന കൺവെയറിലാണ് തീപിടിച്ചത്. പുലർച്ചെ 4:45-നാണ് തീപിടുത്തമുണ്ടായത്. 1,00,000-ലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. പ്രശാന്ത് തോട്ടുങ്ങൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വെള്ളൂരിലെ KPPL-ലാണ് വീണ്ടും തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ 4:45 കൂടിയായിരുന്നു സംഭവം. ബോയിലറിലേക്ക് കൽക്കരി എത്തിക്കുന്നത്, ഈ യൂട്ടിലിറ്റി പ്ലാന്റിലേക്ക് കൽക്കരി എത്തിക്കുന്ന കൺവെയർ ബെൽറ്റിനാണ് തീപിടിച്ചത്. ഈ കൺവെയർ ബെൽറ്റിൽ കൽക്കരിയുടെ അവശിഷ്ടങ്ങൾ കിടന്നിരുന്നു. മാത്രമല്ല, ചൂട് ഉള്ള സമയത്ത് ഈ കൽക്കരി ചൂടാവുകയും തീപിടിക്കുകയും ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. ഈ കൺവെയർ ബെൽറ്റ് ഉണ്ടായിരുന്ന കൽക്കരിയാണ് തീപിടിച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത്. 6:30 തന്നെ ഫയർഫോഴ്സ് എത്തി ഇത് അണയ്ക്കുകയായിരുന്നു. കടുത്തുരുത്തിയിലെയും പിറവത്തെയും 2 യൂണിറ്റുകളാണ് തീ അണയ്ക്കുന്നതിന് വേണ്ടി എത്തിയത്. ഈ ഒക്ടോബർ 5-ന് കമ്പനിയിൽ നേരത്തെ വലിയ തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരുന്നു. അതിനുശേഷം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ള തരത്തിലുള്ള മുന്നറിയിപ്പുകളെല്ലാം നൽകിയിരുന്നു. എങ്കിലും ഇപ്പോൾ സുരക്ഷ സംബന്ധിച്ച കാര്യത്തിൽ അഗ്നിശമന സേനയുടെ എണ്ണം കൂട്ടുന്ന കാര്യത്തിലോ യാതൊരു തരത്തിലുള്ള നടപടികളൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നിലവിൽ കമ്പനിയുടെ സുരക്ഷാ ചുമതലയുള്ള സെക്യൂരിറ്റി ചുമതലയുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ അവരോടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് തീപിടുത്തമടക്കമുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ അണയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നാണ് അറിയുന്ന മറ്റൊരു വിവരം. എന്തായാലും 1,00,000-ലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, കൺവെയർ ബെൽറ്റിന് തീ പിടിച്ചത് കൊണ്ട് തന്നെ 2-3 ദിവസത്തേക്ക് പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും പ്രൊഡക്ഷൻ 3 ദിവസത്തിന് ശേഷം കോട്ടയം ആരംഭിക്കാനുള്ള വെള്ളൂരിലെ നടപടികൾ കേരള പേപ്പർ എടുക്കുമെന്നാണ് പ്രൊഡക്ട്സ് മാനേജ്മെന്റ് ലിമിറ്റഡിലാണ് വീണ്ടും